ഇനി എനിക്ക് ധൈര്യമായി സജസ്റ്റ് ചെയ്യാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. പരിയാപുരത്തിൻ്റെ അഭിമാന താരങ്ങൾ, ഒരുപക്ഷെ ഈ നാട്ടിൽ നിന്നും കളിച്ച് പഠിച്ചു വളർന്ന് നാടറിയുന്ന താരങ്ങളായ കുറച്ച് താരങ്ങൾ. ആ താരങ്ങൾ വെറും താരങ്ങളല്ല, നാടിൻ്റെ അഭിമാനമായത് ദേശീയ മത്സരങ്ങളിൽ പങ്കെടുത്ത് അവർ മെഡലുകൾ നേടി, അവർ അംഗീകാരങ്ങൾ നേടി. ഈ നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഈ നാടൊരുമിച്ച് അവർക്ക് ഒരു വലിയ ആദരം സംഘടിപ്പിച്ചതാണ് ഇന്ന് ഈ പരിയാപുരം പാരിഷ് ഹാളിൽ. ഇവിടെ മഞ്ഞളാംകുഴി അലി MLA ഉണ്ടായിരുന്നു, അതുകൂടാതെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു, വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളുണ്ടായിരുന്നു. എല്ലാവരും ചേർന്നാണ് ഈ പരിയാപുരത്തിൻ്റെ ചുണക്കുട്ടന്മാരെ ആദരിച്ചത്. ദേശീയ ഗെയിംസിൽ ഫാസ്റ്റ് 5 നെറ്റ് ബോളിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ പരിയാപുരത്തിൻ്റെ താരങ്ങളായ അഖിൽ ആൻ്റണി, എഡ്വിൻ തോമസ്, കെവിൻ എ ഷാജി, ദേശീയ ഗെയിംസ് നെറ്റ്ബോളിൽ പങ്കെടുത്ത C കൃഷ്ണദത്ത് 2024-25 വർഷം ദേശീയ കായിക മത്സരങ്ങളിൽ മെഡൽ നേടിയ 15 കായിക താരങ്ങൾ എന്നിവരെയാണ് പരിയാപുരം പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ച പ്രൗഢമായ ചടങ്ങിൽ ആദരിച്ചത്. ജനപ്രതിനിധികളും കുട്ടികളും അധ്യാപകരും നാട്ടുകാരും പങ്കെടുത്ത ഘോഷയാത്രയ്ക്ക് ശേഷം നടന്ന അനുമോദന സമ്മേളനം മഞ്ഞളാംകുഴി അലി MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ട്രെയിനറെ നിങ്ങൾ കൃത്യമായിട്ട് സൂക്ഷിക്കണം. അദ്ദേഹത്തെ തട്ടിക്കൊണ്ടു പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. മറ്റുള്ള സ്കൂളുകാർ, നാട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഇത്രയും വലിയൊരു സ്വീകരണം കൊടുക്കുക എന്നുള്ളത് സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ്. 4 കുട്ടികളാണ് നമുക്ക് മറ്റുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് സമ്മാനം വാങ്ങിക്കൊണ്ടുവന്നിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാവരും സമ്മാനത്തിന് അർഹരാണ്. നല്ല ഇതായിട്ടാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വലിയ കാര്യം തന്നെയാണ്. നമ്മളെ മക്കൾ നമ്മൾ സ്നേഹത്തോടു കൂടി ഇതേപോലുള്ള സ്വീകരണം കൊടുക്കുക. അവരുടെ കഴിവുകൾ നമ്മൾ ഉയർത്തിക്കൊണ്ടുള്ള വലിയ ശ്രമം നമ്മൾ നടത്തണം. ഇന്നത്തെ കാലത്ത് നമ്മളും മക്കളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാത്ത എത്രയോ കുടുംബങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇത് നാട്ടുകാരെല്ലാവരും ഒരുമിച്ചാണ് ഇതേപോലെ മക്കളെ നമ്മൾ സ്വീകരണം കൊടുക്കുന്നതും ഇതേപോലെ അവരെ സ്നേഹിക്കുന്നതും. അവരെ കൂടെ നമ്മൾ കൽപ്പിച്ചുകൂടി കുറച്ച് സമയമെങ്കിലും ചെലവഴിക്കണം. നമ്മളെല്ലാവരും നമ്മളൊന്ന് ചെലവഴിക്കുന്നത് നമ്മൾ ടെലിഫോണുമായിട്ട് മാത്രമാണ്. ആ ടെലിഫോണിൻ്റെ കൂടെ പകുതി സമയം നിങ്ങൾ മക്കളായിട്ട് സംസാരിക്കണം. അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. മക്കൾ അച്ഛന്മാരോടും അതേ അമ്മമാരോടൊക്കെ നിങ്ങൾ കൂടുതൽ സംസാരിക്കണം. തമ്മിലുള്ള ഒരു സ്നേഹം നമ്മൾ പകരണം. പരിയാപുരം സെൻറ് മേരീസ് സ്കൂൾ മാനേജറും ഫൊറോന വികാരിയുമായ ഫാദർ ജോർജ് കളപ്പുരയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ, ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് VP അനിൽ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. പാരിഷ് സെക്രട്ടറി മനോജ് വീട്ടുവേലിക്കുന്നേൽ, അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വാക്കാട്ടിൽ സുനിൽ ബാബു, ജില്ലാ പഞ്ചായത്ത് അംഗം P ഷഹർബാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വിൻസി അനിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം അനിൽ പുലിപ്ര, സ്കൂൾ പ്രിൻസിപ്പൽ PT സുമ, ഹെഡ്മാസ്റ്റർ PT ബിജു, PTA പ്രസിഡന്റുമാരായ സാജു ജോർജ്, ഷാൻഡോ തകിടിയേൽ, കായികാധ്യാപകൻ KS സിബി, ജലാൽ താപ്പി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഈ കുട്ടികളെ പരിശീലിപ്പിച്ചത് സിബി സാറാണ്. സിബി സാറ് നൽകിയ പരിശീലനമാണ് അവരെ ഈ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. മാഷേ, ഈ കുട്ടികളെ പരിശീലിപ്പിച്ച് ദേശീയ താരങ്ങളാക്കി മാറ്റാൻ എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടുണ്ടാവും മാഷ്? എഫേർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവർ ഹൈസ്കൂളിൽ എത്തിയ കാലം മുതലേ വളരെ ബുദ്ധിമുട്ടി തന്നെയാണ് ഞങ്ങളുടെ ട്രെയിനിങ്. കാരണം അന്ന് ഞങ്ങൾക്ക് കുറച്ച് സൗകര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ പേരൻസിൻ്റെയും നാട്ടുകാരുടെയും അക്കാദമിയിലുള്ള മെമ്പർമാരുടെയും ഈ ഇടവകയുടെയൊക്കെ സഹായം, സ്കൂളിൻ്റെ സപ്പോർട്ട് അത് ഭയങ്കരമായിരുന്നു. നാട്ടുകാരുടെ സപ്പോർട്ട് ഭയങ്കരമാണ്. അപ്പോൾ അത്രയും സപ്പോർട്ടോടുകൂടി വളർന്നു വന്ന ഒരു കായിക താരങ്ങളാണ് ഇവരെല്ലാം. കാരണം ഞങ്ങൾ ആദ്യമേ മത്സരങ്ങളിൽ പോയി തോറ്റ് വേദനിച്ച് വിഷമിച്ച് വന്നിട്ടുള്ള അംഗങ്ങളാണ് ഇവരെല്ലാം. ഒരു വർഷത്തിന് ശേഷം മത്സരിക്കാൻ പോയപ്പോൾ അവർ ജില്ലയിലെ ചാമ്പ്യന്മാരെ തകർത്ത് അതിദൂരം പിന്നിലാക്കിക്കൊണ്ട് അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങളുടെ ചാമ്പ്യൻഷിപ്പ് നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള കളിക്കാരാണ് ഇവരെല്ലാം. പരിയാപുരത്തെ കുട്ടികൾ പുറത്തു പോയാൽ നല്ല വീറോടെ മത്സരിക്കുന്ന താരങ്ങളാണ്. കാരണം ഈ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രത്യേകതയാണ്. വളരെ കഷ്ടപ്പെട്ട് വലിയ ബുദ്ധിമുട്ടി ജീവിക്കുന്ന മലയും കുന്നും ചവിട്ടി വരുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അവരുടെ പേരൻസിൻ്റെ കഷ്ടപ്പാടിനോ അത് അനുഭവിച്ച് വളരുന്ന കുട്ടികളായതുകൊണ്ട് അവരുടെ മത്സരത്തിന് ആ വീര്യം ഉണ്ട്. ഏതായാലും പരിയാപുരത്തിൽ ഭാവിയിൽ നേരത്തെ ഫാദർ പറഞ്ഞ പോലെ ഭാവിയിൽ ഈ ദേശീയ തലത്തിൽ നിന്നല്ല ഒളിമ്പിക്സിൽ ഏഷ്യൻ ഗെയിംസിലൊക്കെ പോയി ഈ പരിയാപുരം എന്ന മണ്ണിൻ്റെ അഭിമാന താരങ്ങളായി മാറാൻ ഇവർക്ക് മാത്രമല്ല ഇനിയുള്ളവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നേരത്തെ ഇവിടെ അവാർഡ് സ്വീകരിച്ച് ആദരിച്ച ആ കുട്ടികൾ ഉൾപ്പെടെ എല്ലാവരും ഈ പരിയാപുരത്തിൻ്റെ
പേര് കേരളം ഒട്ടുക്കുന്നല്ല, ഇന്ത്യ ഒട്ടുക്കും അറിയപ്പെടുന്ന തരത്തിലേക്ക് എത്തിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പുണ്ട്. ആ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് സിബി സാറ് ഓരോ കുട്ടികളെയും അവർക്ക് വേണ്ടുന്നത് എന്താണെന്ന് തേടി കണ്ടുപിടിച്ച് മറ്റുള്ളവരുടെ സഹായം തേടി പരിശീലിപ്പിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വലിയ ഭാവി ഉണ്ടാകട്ടെ, അന്തർദേശീയ താരങ്ങളായി മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. സാറിന് അതിന് കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. ക്യാമറമാൻ ബിനുവിനൊപ്പം ജബ്ബാർ വേണാട്ട്, നീള 24 ലൈവ്.